ഞാനിവിടെ ആൻറ്റിയെ കൊണ്ടുവിട്ടിട്ട് ഒരു മുതുക്ക് തേര് കയറിക്കൊണ്ടിരിക്കുകയാണ്. വണ്ടി റബ്ബി എന്നാണ് കയറണം. ഇവിടെ ഡ്രിഫ്റ്റ് ചെയ്യാൻ പറ്റിയെങ്കിൽ ഗൈസ്, ഗുഡ് ഈവനിങ് ഗൈസ്. പുതിയ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഗൈസ്. അപ്പോൾ ഇന്നത്തെ നമ്മളെ വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മൾ കാറിൻ്റെ വീഡിയോ ആണ്. കാറിൻ്റെ സർവീസും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. അപ്പോൾ നിങ്ങൾക്ക് കുറേ ദിവസമായി കാറിൻ്റെ വീഡിയോ കാണിച്ചിട്ട്, പക്ഷേ കാറിനെ കാണിച്ചിട്ട് അപ്പോൾ എന്തായാലും ഇന്ന് കാറിൻ്റെ വീഡിയോ സെറ്റാക്കാമെന്ന് വിചാരിച്ചു. വേറെ ഒന്നുമില്ല, കാറിൻ്റെ സർവീസ് കോസ്റ്റും പിന്നെ അല്ലാതെ തന്നെ കാറിൽ കുറേ സംഭവങ്ങളൊക്കെ അകത്ത് മാറ്റി. അപ്പോൾ അതൊക്കെ നിങ്ങൾക്ക് കാണിച്ചു തരാമെന്ന് ചോദിച്ചാൽ അപ്പോൾ ഇന്നത്തെ വീഡിയോ അടിപൊളിയായിരിക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ലൈക്ക് അടിക്കുക, സബ്സ്ക്രൈബ് ചെയ്യാൻ കാണാം. കിടക്കും നമ്മളെ ബ്ലാക്ക് ബീസ്റ്റ്, നമ്മളെ ഫോർഡ് എക്കോസ്പോർട്ട് ടൈറ്റാനിയം പ്ലസ് അല്ല, ടൈറ്റാനിയം ആണെന്ന് തോന്നുന്നു. അപ്പോൾ എന്തായാലും ആ വണ്ടിയുടെ സർവീസ് കഴിഞ്ഞു, 20,000 സർവീസ് കഴിഞ്ഞു. പിന്നെ അല്ലാതെ ഇൻറ്റീരിയറിൽ കുറച്ച് സംഭവങ്ങൾ മാറ്റി. എന്തായാലും കുറച്ച് പെയിൻറ്റും കാര്യങ്ങളൊക്കെ പോയിരുന്നൊക്കെ റീപെയിൻ്റൊക്കെ ചെയ്ത് സെറ്റാക്കിയിട്ടുണ്ട്. പിന്നെ വണ്ടി സെറാമിക് ചെയ്യണോ വേണ്ടോ എന്നൊക്കെ ആലോചിച്ച് ഇങ്ങനെ കിടക്കണം. അപ്പം നിങ്ങളെ ഒപ്പീനിയൻ കൂടെ നോക്കിയിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. നിങ്ങളപ്പം വണ്ടിക്ക് സെറാമിക് ചെയ്യണോ വേണ്ടയോ എന്ന് നിങ്ങൾ തന്നെ ആലോചിച്ചിട്ട് നിങ്ങളും കമൻറ്റ് ചെയ്യും. സെറാമിക് ചെയ്യണോ വേണ്ടേ, വണ്ടിക്ക് കളർ ഫീഡ് ഉണ്ടോ എന്തോ, അത് നിങ്ങൾ തന്നെ നോക്കിയിട്ട് ചെയ്യും എന്നൊക്കെ ഉള്ള. അപ്പോൾ ഇതിൻ്റെ ടയറും പ്രഷറൊക്കെ കുറവായിരുന്നു, അപ്പോൾ അതൊക്കെ ഇപ്പോൾ സെറ്റായിക്കൊണ്ടിട്ടേ ഉള്ളൂ. പിന്നെ ഇൻറ്റീരിയറിൽ മാറ്റിയ സാധനങ്ങളൊക്കെ കാണിച്ചു തരാം. പിന്നെ അല്ലാതെ തന്നെ നിങ്ങൾക്ക് സെറാമിക് ചെയ്യണോ വേണ്ടയോ. പിന്നെ ഇവിടെ ഒരു സ്ക്രാച്ച് ഉണ്ട് കേട്ടോ, ഈ സ്ക്രാച്ച് ഈ ഇടയ്ക്ക് വീഴുന്നതാണ്. അപ്പോൾ നമ്മൾ ചെയ്തതിന് ശേഷം വീഴുന്നതുകൊണ്ട് ഇനി അത് കൊണ്ടുപോകണം. അങ്ങനെ കുഞ്ഞു മൈന്യൂട്ട് സ്ക്രാച്ചേ ഉള്ളൂ, ബാക്കിയെല്ലാം സെറ്റാക്കിയിട്ടുണ്ട്. അപ്പം നൈട്രജൻ കുറവായതുകൊണ്ട് നൈട്രജൻ ഫില്ല് ചെയ്തിട്ടാണ് വന്നത്. പിന്നെ അല്ലാതെ എന്താ പറയുക, വണ്ടിയുടെ സർവീസ് കോസ്റ്റ് എത്രയാണെന്ന് അതിൻ്റെ ഡീറ്റെയിൽസും പേപ്പറും കാര്യങ്ങളൊക്കെ എടുത്ത് കാണിച്ചു തരാം. അപ്പം ഇന്നത്തെ വീഡിയോയിൽ ഫുൾ കാണിച്ചു തരാൻ പറ്റും. നമ്മൾ സർവീസ് ചെയ്ത പ്രൈസും അത് തന്നെയല്ലേ, 20,000 വണ്ടിയുടെ സർവീസോ മേജർ സർവീസ് അല്ല, എന്നാലും അത്യാവശ്യം പ്രൈസ് കൊടുക്കേണ്ടി വരും. നമ്മൾ ഇൻറ്റീരിയറിൽ മാറ്റിയത് ഈ ഒരു ഫ്ലോർ മാറ്റ് മാറ്റി, കണ്ടോ ഈ ഒരു സാധനം നമ്മൾ ഇതിനു മുമ്പേ കിടന്നത് മാറ്റി ഇതെടുത്തിട്ടുണ്ട്. കൊള്ളാം, അത്യാവശ്യം കൊള്ളാം. പക്ഷേ അതിനൊരു പ്രശ്നമുണ്ട്, അത് ഞാൻ കാണിച്ചു തരാം. ബാക്കിലും മാറ്റി, കണ്ടോ നല്ല വൃത്തിയായില്ലേ. നേരത്തെ കിടന്നതൊരു പഞ്ഞി പോലത്തെ സംഭവമായിരുന്നു, അതിൽ ഇത് പിടിക്കുമായിരുന്നു, മണ്ണ് പിടിക്കുമായിരുന്നു. പക്ഷെ അതൊക്കെ മാറ്റി സെറ്റാക്കിയിട്ടുണ്ട്. കണ്ടോ ലുക്കായില്ലേ ഇപ്പം ഈ സാധനമല്ലേ. അപ്പോൾ എനിക്ക് തോന്നുന്നു അതിൽ നിന്ന് വാങ്ങിച്ച ടാഗാണ് എനിക്ക് കിടക്കുന്നത്. കമ്പനി ഏതെന്ന് പറഞ്ഞുതരാം. പക്ഷെ അതിൻ്റെ പ്രൈസ് എനിക്ക് കറക്റ്റാണ്, ഞാൻ ചോദിച്ചിട്ട് അതും പറയാം. ബാക്കിലുണ്ടോ, ബാക്കിലില്ല. ഫ്രണ്ടിലെ പ്രശ്നവും കാണിച്ചു തരാം. എനിക്ക് തോന്നുന്നു കാർ വേൾഡ് എന്ന് പറയുന്ന ഈ അക്സസറിയിൽ നിന്നാണ് വാങ്ങിച്ചതെന്നാണ് തോന്നുന്നത്. അപ്പോൾ അതിൻ്റെ പ്രൈസും കാര്യങ്ങളൊക്കെ കാണിച്ചു തരാം. ഇതിൻ്റെ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ സ്റ്റിയറിങ്ങിൻ്റെ കറക്കുന്നില്ലേ, ആ സാധനത്തിൽ ഇത് തട്ടുന്നതുകൊണ്ടൊരു ശബ്ദം കേൾക്കണല്ലോ. അപ്പോൾ അവിടെ കുറച്ച് കട്ട് ചെയ്ത് വിടേണ്ടി വരും, അതേ ഉള്ളൂ പ്രശ്നം. ഇല്ല, കാർ വേൾഡ് അല്ല, ഇതിൻ്റെ കമ്പനി പേര് ഇതാണ് കേട്ടോ, OPQX അങ്ങനെ എന്തോ ആണ് കമ്പനി പേര്. വീട്ടിൽ നിന്ന് വീഡിയോ എടുത്തുന്ന പാൻറ്റിയെ കൊണ്ടുവന്ന് വീട്ടിലിടാൻ പറഞ്ഞു. അപ്പം വീട്ടിൽ കൊണ്ടുവിടണം. നമുക്ക് എന്തായാലും പോവാല്ലേ. എന്ത് ഇപ്പം വൈകിട്ട് കാണാം, പോയിട്ട് വരാം. അമ്മ എവിടെ, അമ്മ കാറ് കിടക്കല്ലേ, എങ്ങനെ തിരിക്കും. ഞാനിവിടെ ആൻറ്റിയെ കൊണ്ടുവിട്ടിട്ട് ഒരു മുതുക്ക് തേര് കയറിക്കൊണ്ടിരിക്കുകയാണ്. വണ്ടി റബ്ബി എന്നാണ് കയറണം. കാരണം ചെളിയല്ലേ, ചെളിയാണ്, മഴ നനഞ്ഞ് നടക്കുന്നുണ്ട്, അങ്ങനെയാണ് കയറണത്. കണ്ടോ കുറച്ച് മീനൊക്കെ അവിടെ നിരത്തിട്ടുണ്ട് നമ്മളെ ടാങ്ക് ഇടാൻ വേണ്ടി. അപ്പോൾ എന്തായാലും വീട്ടിൽ പോയിട്ട് നമുക്ക് വണ്ടിയുടെ കാര്യം കുറച്ചുകൂടെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ട് അവസാനിപ്പിക്കാം. ഇവിടേക്ക് ക്യാമറ ഉണ്ടെന്നാണ് തോന്നുന്നത്. അപ്പോൾ നമുക്ക് വീട്ടിലോട്ട് പോവാം. വണ്ടി സർവീസൊക്കെ കഴിഞ്ഞപ്പോൾ വണ്ടി സെറ്റായി. അപ്പോൾ നിങ്ങൾ ആ ഒരു ഞാൻ ജസ്റ്റ് ഒന്ന് ഹൈവേയിൽ കാല് കൊടുക്കുന്നൊരു വീഡിയോ ഉണ്ട്. അപ്പോൾ ജസ്റ്റ് നിങ്ങളൊന്ന് ആ ഒരു ചെറിയൊരു വീഡിയോ, അപ്പോൾ നിങ്ങൾ അതൊന്ന് പോയി കണ്ടിട്ടോ. കാറിൻ്റെ സർവീസെല്ലാം കഴിഞ്ഞിട്ട് ഫസ്റ്റ് റൈഡ് അടിക്കാൻ പോകുന്നത്. സർവീസെല്ലാം കഴിഞ്ഞുകൊണ്ട് വണ്ടി സെറ്റായി. അപ്പോൾ നമ്മൾ ബൈപ്പാസിൽ നിൽക്കുകയാണ്. ജസ്റ്റ് ഒന്ന് ഓടിച്ച് നോക്കാം, എന്നിട്ട് എങ്ങനെയാണ് വണ്ടി സെറ്റാണോ നോക്കാം. എന്നിട്ട് സൈഡിൽ നിർത്തിയിട്ട് വണ്ടിയുടെ കാര്യങ്ങളൊക്കെ പറയാം. ഇങ്ങനെ കുറേ സംഭവങ്ങളൊക്കെ മാറ്റിയിട്ടുണ്ട്, അത് കാണിച്ചു തരാം. അപ്പോൾ ഇപ്പം വണ്ടിയൊന്നും ഇല്ല, നമുക്ക് എന്തായാലും ജസ്റ്റ് അങ്ങോട്ടൊന്ന് എടുക്കാം. എന്നിട്ട് ജസ്റ്റ് ഒരു റൈഡല്ലേ, ജസ്റ്റ് ഒന്ന്
ഗൈസ് നമ്മൾ തിരിച്ച് വീട്ടിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെ കോവിൽ ഉത്സവമൊക്കെ നടക്കുന്നതുകൊണ്ട് ഫുൾ ബ്ലോക്കാണ്. അതുകൊണ്ട് നമ്മൾ എന്താ ചെയ്യുക, ഇത് കഴിഞ്ഞിട്ട് വേറൊരു സ്ഥലം വരെ പോകണം. സോ നമുക്ക് പറ്റുന്ന പോലെയൊക്കെ വീഡിയോ വീട്ടിൽ പോയി പെട്ടെന്ന് തന്നെ ഷൂട്ട് ചെയ്തിട്ട് ആ ഒരു സ്ഥലത്ത് വേണം. ഇപ്പം ഫുള്ള് ബ്ലോഗായിട്ടാണ്, ഒരു ദിവസം തന്നെ എത്ര വീഡിയോ എടുക്കാനുണ്ടോ. അപ്പോൾ നമുക്ക് എന്തായാലും വീട്ടിലെത്തിയിട്ട് കാണാം. ഇവിടെ മൊത്തം ബ്ലോക്ക് ആയതുകൊണ്ടേ വണ്ടി ഇങ്ങനെ ഓട്ടിക്കുന്നത് ശരിയല്ല. അതുകൊണ്ട് നമുക്ക് എന്തായാലും വീട്ടിലെത്തിയിട്ട് കാണാം. എന്നോട് കൂടെ എനിക്ക് ഭ്രാന്തായെന്നാണ് തോന്നുന്നത്. ഞാൻ പറന്നാണ് പോകുന്നത്. 5 വേറെ കയ്യില്ല. അയ്യോ കുറച്ച്. അപ്പോൾ നമുക്ക് എന്തായാലും വീട്ടിൽ എത്തിയിട്ട് കാണാം. ഭയങ്കര ബ്ലോക്കാണ്, ഇവിടെ ഉത്സവം നടക്കണമെന്നാണ്. അപ്പോൾ നമുക്ക് വേറെ വഴിയൊക്കെ പോകേണ്ടി വരും. അയ്യോ കുറേ നേരമായി ഇറങ്ങിയിട്ട്. ഫ്രണ്ട്സൊക്കെ വേറെ സ്ഥലത്ത് വെയിറ്റിംഗ് ആണ്. എന്നിട്ട് ഞാൻ ഇവിടെ നിന്ന് കറങ്ങുകയാണ്. ഇനി വീട്ടിൽ പോയി വണ്ടി എടുത്തുകൊണ്ട് പോകണം. അതാണ് വണ്ടി കഴുകാതെ തന്നെ വെച്ചിരിക്കുന്നത്. ഇനി എന്തായാലും വീട്ടിൽ പോവാം, വേറെ വഴിയില്ല. ഇനി എന്തായാലും ബ്ലോക്കൊക്കെ താണ്ടി വീട് എത്തട്ടെ. ഒന്ന് കുറച്ച് മീൻ എടുത്തിട്ടുണ്ട്. നമ്മളെ ടാങ്ക് ഇപ്പോൾ ഫ്രീ അല്ല, അലിഗേറ്റർ സീലൈനേഷൻ ടാങ്ക് ഫ്രീ ആണ്. അപ്പോൾ ജസ്റ്റ് അതിൻ്റെ അകത്തിടാൻ വേണ്ടി കുറച്ച് മീൻ എടുത്തിട്ടുണ്ട്. നമുക്ക് എന്തായാലും വീടിൻ്റെ വഴി അറിയാം. അപ്പോൾ അവിടെ ഒരു വണ്ടി ഇരിപ്പുണ്ട്. അപ്പോൾ അതൊക്കെ മാറ്റിയിട്ട് വീടിൻ്റെ അകത്ത് ഇറട്ടെ. വീടിൻ്റെ അകത്തോട്ട് പോവാം. അപ്പോൾ നമുക്ക് അങ്ങോട്ട് പോവാം. പതിയെ തട്ടാതെയൊക്കെ പോവാം കേട്ടോ. കൊല്ലും തണ്ടി തന്നെ. ഓക്കെ, അപ്പോൾ നമുക്ക് പോവാം. ഞാൻ വണ്ടി വരല്ലേ. അയ്യോ യെസ്, നമ്മളങ്ങനെ ഹോം റീച്ച് ചെയ്തു. അയ്യോ കഷ്ടപ്പാട്. രണ്ടാമത്തെ കയറായിരുന്ന ഇവിടെ ഡ്രിഫ്റ്റ് ചെയ്യാൻ പറ്റിയെന്ന്. ഈ വണ്ടി ഡ്രിഫ്റ്റ് ആവൂല. യെസ്, വീട്ടിൽ വണ്ടി എത്തി. അപ്പോൾ എന്തായാലും നമുക്ക് ആ മീനിനെ കൊണ്ടുവന്ന് ടാങ്കിലിട്ടിട്ട് വരാം. അത് കഴിഞ്ഞിട്ട് വണ്ടിയെ പറ്റി സംസാരിക്കാം. ഫ്ലൈറ്റിനകത്തോണ്ടൊന്നുമല്ല, ഫ്ലൈറ്റിൽ നമ്മൾ നേരത്തെ കഴിച്ചില്ലേ അതിൽ വെച്ചിട്ടുണ്ട്. അയ്യോ മീൻ തണുത്താന്തോ, AC ഇട്ടാണോ ഒന്ന്, വെള്ളമൊക്കെ തണുത്തിരിക്കണം. അപ്പോൾ ഇതിനെ 3 അതിൻ്റെ അകത്തോണ്ട് തുറന്ന് വിട്ടിട്ട് നമുക്ക് വരാം. നമ്മൾ 3 കുറച്ച് മീനുണ്ട് അതിൻ്റെ അകത്തെല്ലാം തുറന്ന് വിട്ടിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ അകത്ത് നമ്മൾ മിക്സഡ് ഗപ്പി നിറയ്ക്കാൻ പോവാണ്. നമുക്ക് എന്തായാലും ഇതൊന്നൊക്കെ വിടാം, കാറിനപ്പിൽ കാണാം. ഗൈസ് അങ്ങനെ കാറിൻ്റെ അടുത്തെത്തി. മനസ്സിലല്ലേ, മേജർ സർവീസിൻ്റെ ഒന്നും ആവശ്യമില്ലായിരുന്നു. അല്ല ജസ്റ്റ് ഓയിൽ ചേഞ്ചും കാര്യങ്ങളൊക്കെ ഏകദേശം 18,000 എന്തോ ഇടയ്ക്കൊരു സർവീസ് ഇവർ ചെയ്തായിരുന്നു. ഇവർ എന്നെ കമ്പനിയായിട്ട് എന്തോ ഇടയ്ക്കൊരു ഓഫർ വന്ന് ചെയ്തായിരുന്നു. അതുകൊണ്ട് വലിയ പൈസ ഒന്നും ആയില്ല. എനിക്ക് തോന്നുന്നു 4-5 രൂപയ്ക്കകത്തായിരുന്നു. പിന്നെ നമ്മളെ ബാക്ക് സംഭവം പൊട്ടിയിട്ടുള്ളതുകൊണ്ട് അത് മാറ്റിയപ്പം 8 രൂപ അടുപ്പിച്ചായി. അത് നമ്മൾ പുറത്തുനിന്നാണ് മാറ്റിയത്, കമ്പനിയിൽ നിന്നല്ല മാറ്റിയത്. ഈ ബോക്സ് ഒരു ബസ് കൊണ്ടിടിച്ച് പൊട്ടിയായിരുന്നു. അപ്പോൾ അത് നമ്മൾ പുതിയത് മാറ്റി. പിന്നെ അതിൽ റീപെയിൻറ്റും കാര്യങ്ങളൊക്കെ അടിച്ചപ്പോൾ ഏകദേശം 8 രൂപ അടുപ്പിച്ചായി. അതാണ് നമുക്ക് എക്സ്ട്രാ ഇപ്പം 20,000 വന്ന കുറച്ച് ചിലവിൽ കൂടെ ഉള്ള സാധനം. പിന്നെ നമ്മൾ ഇൻറ്റീരിയറിൽ ആ സാധനം വാങ്ങിച്ചിട്ട് അത് 2,000 രൂപയായി. ഇത് പക്ഷേ അതിന് കുറച്ച് കട്ട് ചെയ്യാറുണ്ട്, ആക്സിലേറ്ററിൽ തട്ടണുണ്ട്. ആ സാധനം തട്ടണുണ്ട് കേട്ടോ, അവിടെയാണ് ആ സാധനം ഇരിക്കുന്നത്. ഇപ്പം തിരിക്കുമ്പോഴൊക്കെ തട്ടണുണ്ട്. ആക്സിലേറ്ററിലല്ല, സ്റ്റിയറിങ്ങിൻ്റെ ആ തിരിക്കുന്ന സംഭവമില്ലേ ആ സാധനത്തിൽ അത് തട്ടുന്നുണ്ട്. ഇതാണ് ഇതിൻ്റെ കമ്പനി കേട്ടോ, നിങ്ങൾ തിരിച്ച് വെച്ച് കാണും. അതാണ് സാധനം. കൊള്ളാം, അത്യാവശ്യം നല്ലൊരു ഇതാണ്. ഇതാകുമ്പോൾ എടുത്ത് ക്ലീൻ ചെയ്യാനുള്ളതുകൊണ്ട് കഴുകാനൊക്കെ പറ്റും. പിന്നെ ഇൻറ്റീരിയർ വേറെ സീനൊന്നുമില്ല. ഇനി ഈ ഒരു സംഭവം വാങ്ങിച്ചിട്ടുണ്ട്. ഇത് നല്ല മണമുണ്ട്. എനിക്കാണ് 60-100 രൂപ എന്തായുള്ളൂ. നല്ല മണമുണ്ട്. ഒരു 2 മാസം കിടക്കും. അതും കൊള്ളാം, അടിപൊളി സാധനമാണ്. പിന്നെ അല്ലാതെയുള്ള സർവീസിന് ഏകദേശം 4,000 രൂപ എന്താ ആയിട്ടുള്ളൂ. 4,000 രൂപ അടുപ്പിച്ചുള്ളൂ. എന്താ പറയുക, എനിക്ക് തോന്നുന്നു ഓയിലും അല്ലാതെ ജസ്റ്റ് മറ്റേ ഫിൽറ്റേഴ്സും കാര്യങ്ങളൊക്കെ മാറ്റിയപ്പം തന്നെ 4 രൂപ 5 രൂപയ്ക്കകത്ത് എന്താ ആയുള്ളൂ. അതാണ് നമ്മളെ സർവീസിനുള്ള പ്രൈസ്. അല്ലാതെ മറ്റു ഭയങ്കര ചിലവൊന്നും ആയില്ല. 20,000 ഇത്രയൊക്കെ തന്നെ ആയത്. ആപ്പടെ ചിലവായത് ബാക്കിൽ ബോക്സ്, അത് സർവീസിൽ കൂട്ടാൻ പറ്റില്ല. അല്ലാതെ നമ്മൾ എക്സ്ട്രാ സർവീസിൻ്റെ അവിടെ ചെയ്തതന്നേ ഉള്ളൂ. അതേ ഉള്ളൂ ഇതിനുള്ള കാര്യങ്ങൾ. നിങ്ങൾക്ക് ഇക്കോ സ്പോർട്ടിലൊക്കെ എത്ര മൈലേജ് ഉണ്ടെന്ന് അറിഞ്ഞൂടെ? നമുക്ക് എന്തായാലും കിട്ടുന്ന 14.3 14.5 നിങ്ങൾക്ക് എത്ര കിട്ടാൻ നിങ്ങളൊന്ന് കമൻറ്റ്. തീരെ കുറവാണെന്ന് തോന്നുന്നു. സാധാരണ എല്ലാ വണ്ടിക്കും 18 കിട്ടണമല്ലുണ്ടെന്ന് പറഞ്ഞു. പക്ഷേ ഇതിന് 15. പക്ഷേ വലിയ ഓട്ടോ ഒന്നുമില്ല. രാവിലെ ആകുമ്പോൾ ഒരു ജസ്റ്റ് 10-15 കിലോമീറ്റർ പോകും, തിരിച്ചതുപോലെ വരും. അത്രയൊക്കെ തന്നെയാണുള്ളത്. അതുകൊണ്ടാണോ എന്നറിയില്ല, ലോങ്ങൊന്നും അധികം ഓടിയിട്ടില്ല. മൂക്കൂരൊക്കെ വന്നുകൊണ്ട് എനിക്ക് അപ്പം അതൊക്കെയാണ് ഇതിൻ്റെ മൈലേജ്. അപ്പോൾ നിങ്ങൾക്ക് എത്ര മൈലേജ് കിട്ടും നിങ്ങൾ കമൻറ്റ് ചെയ്യും. തീരെ ഷോർട്ടാണ് എന്ന് വെച്ചാൽ 14.3 കുഴപ്പമില്ല. പക്ഷേ എന്നാലും ഇവിടെ ഇരിക്കുന്ന ഒരു വണ്ടിക്ക് മൈലേജ് ഇല്ല. അതിന് 22, വേറെ ഡോമിനറിന് 25, ഇതിന് 14. ഇതാണ് ഇവിടുത്തെ. പിന്നെ ആക്റ്റീവയ്ക്ക് മാത്രം 40 ഉണ്ട്. അത് പിന്നെ എപ്പോഴും അവിടെ കാണാനില്ല. അതാണ് വേറെ പരിപാടി. പിന്നെ ഡീസലായിട്ടും 14 കിട്ടുന്നതാണ് വേറെ ടാസ്ക്. ഒരു 18-20 കിട്ടുന്നവരുണ്ടെന്ന് പറഞ്ഞു. അതിന് ലോങ് ഓടിയതുകൊണ്ടോ ആണോ അതൊന്നും അറിയാനും പാടില്ല. അപ്പം അത് നിങ്ങൾക്കൊന്ന് അറിയെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്താൽ വളരെ ഉപകാരമായിരിക്കും. വണ്ടി സെറ്റല്ലേ, വീടിൻ്റെ ഫ്രണ്ടിൽ കിടക്കണതാണ്.
ഇവിടെ എന്തോ ബോക്സൊക്കെ കൊണ്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ എന്തായാലും വണ്ടി സെറ്റല്ലേ. അപ്പോൾ എന്തായാലും ഇതിനി ഒന്ന് കഴുകണം. അപ്പോൾ എന്തായാലും മഴയൊക്കെ ഒന്നും ചെയ്യണില്ല, അതിൻ്റെ വീഡിയോ ഒക്കെ പിന്നെ ചെയ്യാം. അപ്പോൾ അതൊക്കെയാണ് നമ്മളുടെ വണ്ടിയുടെ വിശേഷങ്ങൾ. ഫുള്ളും ചെയ്യാൻ പറ്റില്ല, ഞാൻ തിരക്കായതുകൊണ്ട് പെട്ടെന്ന് വണ്ടി എടുത്തുകൊണ്ട് പോകണം. ആ വണ്ടിയുടെ അവസ്ഥ ഭയങ്കര ശോകണം കേട്ടോ, ഫുൾ ചെളി. ഇതിന് നാളെ അതൊക്കെ പോയിട്ട് വന്നിട്ട് കഴിവാം, ഫുൾ ചെളിയായിട്ടിരിക്കണം. അപ്പോൾ എന്തായാലും ഇപ്പം വണ്ടി എടുത്തുകൊണ്ട് അങ്ങോട്ട് പോകാൻ പോവാണ്. ഇതും ചെളിയൊക്കെ ഉണ്ട്. നമുക്ക് എന്തായാലും വീഡിയോ അവസാനിപ്പിക്കും.